ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന കമ്പോണൻസിനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ലേഔട്ട്സിനെ പറ്റി ഡ്രോയബിൾ റിസോഴ്സസിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ ലേഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസർ ഇൻ്റർഫേസ് സ്ക്രീനിൽ കാണുന്ന ഐക്കൺസിനെയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബട്ടൺസിനെയൊക്കെ എത്തരത്തിലൊക്കെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ പാറ്റേൺസ് ആണ് ലേഔട്ട്സിൽ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ്രോയിഡിൽ പ്രധാനമായിട്ടും 7 തരത്തിലുള്ള ലേഔട്ട്സ് ആണ് ഉള്ളത്. ലീനിയർ ലേഔട്ട്, റിലേറ്റീവ് ലേഔട്ട്, ടേബിൾ ലേഔട്ട്, ലിസ്റ്റ് ലേഔട്ട്, ഗ്രിഡ് ലേഔട്ട്, അബ്സല്യൂട്ട് ലേഔട്ട്, ഫ്രെയിം ലേഔട്ട്. ഈ ഓരോ ലേഔട്ടും എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നതാണ് ലീനിയർ ലേഔട്ട്. ലീനിയർ ലേഔട്ടിൽ ഒരു പർട്ടിക്കുലർ ഐക്കൺ ഓർ ബട്ടണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ലീനിയർലി ഒന്നി വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി നമ്മൾ ബട്ടൺസിനെയോ അല്ലെങ്കിൽ കമ്പോണൻസിനെയോ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ലീനിയർ ലേഔട്ട് എന്ന് പറയുന്നത്. ഈ കാണുന്നത് നമ്മൾ ഹൊറിസോണ്ടലി കമ്പോണൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഈ കാണുന്നതാണ് വെർട്ടിക്കലിയുള്ള അറേഞ്ച്മെൻറ്റ്. ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമ്മൾ ഇതായി കാണുന്ന ഇവൻസിനെയും ആബ്സെൻറ്റി എന്ന് പറയുന്ന ബട്ടൺസിനെയും നമ്മൾ ഹൊറിസോണ്ടലിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ രണ്ടെണ്ണം ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പിലാണ്. എന്നാൽ ഇവൻറ്റ്സ്, കോൺടാക്ട്സ്, ലിങ്ക്സ്, കലണ്ടർ തുടങ്ങിയ ഈ 4 ബട്ടൺസിനെ നമ്മൾ വെർട്ടിക്കലിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ലീനിയറായിട്ട് സീക്വൻഷ്യലായിട്ട് വെർട്ടിക്കലി ഓർ ഹൊറിസോണ്ടലി നമ്മൾ കമ്പോണൻസിനെ UI സ്ക്രീനിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ലീനിയർ ലേഔട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് ലേഔട്ട്. ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റുമായിട്ട് റിലേറ്റഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വേറൊരു ഓപ്ഷൻ വെക്കുന്നതിനെയാണ് അല്ലെങ്കിൽ വേറൊരു കമ്പോണൻറ്റിനെ വെക്കുന്നതിനെയാണ് റിലേറ്റീവ് ലേഔട്ട് എന്ന് പറയുന്നത്. സ്പെസിഫൈസ് ഹൗ ചൈൽഡ് വ്യൂസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടറിയാം. നെയിമിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ അഡ്രസ്സ് എന്ന് പറയുന്നതിനെ ഹൊറിസോണ്ടൽ ലേഔട്ടിൽ നമ്മൾ വെച്ചിരിക്കുന്നു. ദെൻ വെർട്ടിക്കൽ ലേഔട്ടിൽ സബ്ജക്റ്റ്, ദെൻ മെസ്സേജ്, ദെൻ ഈ ഇത്രയും ഫോം ഫില്ല് ചെയ്തിട്ട് അതിന് ഈക്വലൻ്റായിട്ട് സെൻറ്ററിലായിട്ട് നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ സെൻറ്ററിലായിട്ട് ഇത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യിക്കുമ്പോൾ ഇത് റിലേറ്റീവ് ആണ്. ഈ ഒരു ഡേറ്റയ്ക്ക് റിലേറ്റീവ് പൊസിഷനിൽ നമ്മൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. സോ ഇതാണ് ബേസിക്കലി റിലേറ്റീവ് ലേഔട്ട് എന്ന് പറയുന്നത്. ഒന്നിനോട് റിലേറ്റ് ചെയ്ത് അടുത്ത കമ്പോണൻറ്റിനെ പ്ലേസ് ചെയ്യുന്നതാണ് റിലേറ്റീവ് ലേഔട്ടിൽ നമ്മൾ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസിലേക്ക് കണ്ടിട്ടുള്ള ടേബിൾ ലേഔട്ടാണ്. റോസ് ആൻഡ് കോളംസ് ആയിട്ട് നമ്മൾ കമ്പോണൻസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടേബിൾ ലേഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ കാൽക്കുലേറ്റർ സോഫ്റ്റ്വെയർസിൽ ഡിജിറ്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെല്ലാം റോസ് ആൻഡ് കോളം ഫോർമാറ്റാണ്. സോ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടേബിൾ ലേഔട്ടാണ്. അല്ലെങ്കിൽ ടിക് ടാക്ടോ എന്ന് പറയുന്ന ഗെയിമിലൊക്കെ നമ്മൾ കാണുന്നത് ടേബിൾ ലേഔട്ട്. റോസ് ആൻഡ് കോളംസ് ആയിട്ട് നമ്മൾ കമ്പോണൻസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടേബിൾ ലേഔട്ട് എന്ന് പറയുന്നത്. ഒരു സ്ക്രീനിൽ ഒരു പർട്ടിക്കുലർ എക്സാക്റ്റ് XY കോർഡിനേറ്റ് വാല്യൂ നമ്മൾ മെൻഷൻ ചെയ്തിട്ട് അവിടെ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിനെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് അബ്സല്യൂട്ട് ലേഔട്ട് എന്ന് പറയുന്നത്. സ്പെസിഫൈസ് അബ്സല്യൂട്ട് പൊസിഷൻ ഇൻ ദ 2D പ്ലെയിൻ. നമ്മൾ UI സ്ക്രീനിൽ കാണുന്ന XY കോർഡിനേറ്റ് വാല്യൂസ് ഇപ്പോൾ 20, 35 അല്ലെങ്കിൽ 185 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാക്റ്റ് XY കോർഡിനേറ്റ് വാല്യൂ മെൻഷൻ ചെയ്ത് ബട്ടണെ അല്ലെങ്കിൽ കമ്പോണൻറ്റിനെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് അബ്സല്യൂട്ട് ലേഔട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ആൻഡ്രോയിഡ് ആപ്പിലൊക്കെ ഒരുപാട് ഉപയോഗിക്കും. നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലൊക്കെ കാണുന്നതായിട്ടുള്ള ലിസ്റ്റ് വ്യൂ. നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. ലിസ്റ്റ് വ്യൂ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ കാണുന്നതാണ്. ലിസ്റ്റ് മെയിൻലി നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കോഡ് ലിസ്റ്റിലുള്ള ലിസ്റ്റ് വ്യൂ. അല്ലെങ്കിൽ വാട്സാപ്പിൻ്റെ അകത്തുള്ള നമ്മുടെ മെസ്സേജസ് എല്ലാം ലിസ്റ്റ് വ്യൂവിലാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രെയിം ലേഔട്ട്. ഫ്രെയിം ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു ആപ്പിലും ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് പോയാലും കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരു പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അതാണ് ബേസിക്കലി ഫ്രെയിം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ കോൺസ്റ്റൻറ്റ് UI എന്ന് പറയുന്നതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ വാട്സാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ കോൺസ്റ്റൻ്റായിട്ട് നിലനിൽക്കുന്ന ഫ്രെയിമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിം ലേഔട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രെയിം ലേഔട്ട് എന്ന് പറയുന്നത് നോർമലി ടോപ്പ് റിലേറ്റീവ് ലേഔട്ട്സ് ഉണ്ടാവും. അതിനുള്ളിൽ നമുക്ക് വേണ്ട ഫ്രെയിം ലേഔട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. അതിനുള്ളിൽ നമുക്ക് വേണ്ട ഇമേജസ് അല്ലെങ്കിൽ ഐക്കൺ ബട്ടൺസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് വ്യൂ ഡിസൈൻ ചെയ്യാം. സോ ബേസിക്കലി ഇതാണ് ഫ്രെയിം ലേഔട്ട്. കോൺസ്റ്റൻ്റ് ആയിട്ട് ഏത് ആക്ടിവിറ്റി ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറെ ഏത് ആക്ടിവിറ്റിയിലേക്ക് പോയാലും കോൺസ്റ്റൻ്റായി സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ലേഔട്ട്, അതാണ് ബേസിക്കലി ഫ്രെയിം ലേഔട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്
ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് XML എന്ന് പറയുന്ന ഫയലിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 2 മെത്തേഡ്സാണ്. ഒന്നെന്ന് പറയുന്നത് യൂസസ് SDK. ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൻഡ്രോയിഡിൻ്റെ ഏതൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് വേർഷൻസുമായിട്ട് വർക്ക് ചെയ്യും. SDK എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് ഏതൊക്കെ വേർഷൻസുമായിട്ട് വർക്ക് ചെയ്യും, ഏതുമായിട്ടൊക്കെയാണ് അതിൻ്റെ കോമ്പാറ്റബിലിറ്റി എന്നുള്ളത് നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പം തന്നെ ഡിഫൈൻ ചെയ്യണം. സോ ഒരു ടിപ്പിക്കൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന് 3 SDK വേർഷൻസാണ് നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡിഫൈൻ ചെയ്യുക. ഒന്ന്, ആ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന മിനിമം SDK വേർഷൻ എന്താണെന്നുള്ളത്. ദെൻ ഏത് വേർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്, ആ പർട്ടിക്കുലർ ടാർഗറ്റ് വേർഷൻ നമ്മൾ പറയുക. ദെൻ മാക്സിമം ഏത് വേർഷൻ വരെ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ നമ്മൾ മാക്സ് SDK വേർഷൻ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യുക. ഇത് ഓരോ വാല്യൂസ് ആയിരിക്കും, വേർഷൻ നമ്പർ ആയിരിക്കും നമ്മൾ ശരിക്കും ഈ ഇൻറ്റിജർ എന്ന് പറയുന്ന സ്പേസിൽ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസേഴ്സ് പെർമിഷൻ. നമുക്കറിയാം, നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ആദ്യം നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഹാർഡ്വെയർസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള മറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഗാലറി ആക്സസ് ചെയ്യാനും സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഫയൽസിനെ ആക്സസ് ചെയ്യാനുമുള്ള പെർമിഷൻ നമ്മളോട് ചോദിക്കും. ക്യാമറ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. ഓഡിയോ റെക്കോർഡർ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. സോ ഈ പെർമിഷൻസ് എല്ലാം യൂസർ ആദ്യമേ പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ ആ പർട്ടിക്കുലർ ആപ്ലിക്കേഷന് ഈ പറയുന്ന ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷൻസാണ് യൂസേഴ്സ് പെർമിഷൻ എന്ന് പറയുന്നത്. യൂസേഴ്സ് പെർമിഷൻ ആൻഡ്രോയിഡ് നെയിമിൻ്റെ അകത്ത് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്ന കീവേഡ്, സ്ട്രിങ് എന്ന് പറയുന്നത് നമുക്ക് എന്താണോ എന്തിൻ്റെയാണോ പെർമിഷൻ വേണ്ടത് അതാണ് നമ്മൾ ശരിക്കും അവിടെ ഡിഫൈൻ ചെയ്യേണ്ടത്. ദെൻ അത് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാക്സിമം SDK വേർഷൻ എന്താണോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എക്സാമ്പിളായിട്ട് ആൻഡ്രോയിഡ് ഡോട്ട് പെർമിഷൻ ക്യാമറ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോട്ട് ക്യാമറ, അതല്ല നമുക്ക് കോൺടാക്ട്സ് ആണ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഡോട്ട് പെർമിഷൻ ഡോട്ട് റീഡ് കോൺടാക്ട്സ്. സോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സോഫ്റ്റ്വെയറുകളോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള മറ്റ് ഹാർഡ്വെയറുകളോ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യൂസേഴ്സ് പെർമിഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം ആക്സസ് മേടിക്കാൻ. സോ ഇതാണ് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 2 മെയിൻ functions, users SDK and users permission. Thank you.